ലോകം കണ്ട ഏറ്റവും വലിയ പോരാളി ആരാണെന്ന ചോദ്യത്തിന് ചരിത്രത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ബ്രൂസ്ലി. എന്നാൽ ഈ ഇതിഹാസം ജനിച്ചത് ഒരു കൊലയാളിയുടെ ആയിരുന്നു. ഹോങ്കോങ്ങിലെ തെരുവുകൾ ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലം. അവിടെ വെറുമൊരു സാധാരണക്കാരനായിട്ടല്ല ബ്രൂസ്ലി വളർന്നത്. ഉള്ളിലടങ്ങാത്ത ദേഷ്യവും ചോരയിൽ പോരാട്ടവീര്യവും അവനിലുണ്ടായിരുന്നു. ഹോങ്കോങ്ങിലെ ഇരുളടഞ്ഞ തെരുവുകളിൽ നടന്ന നിരവധി സ്ട്രീറ്റ് ഫൈറ്റുകളിൽ ബ്രൂസ്ലി ഒരു പേടി സ്വപ്നമായിരുന്നു. പലപ്പോഴും ചോരയൊലിപ്പിക്കുന്ന മുറിവുകളുമായാണ് അവൻ വീട്ടിലെത്തിയിരുന്നത്. ഓരോ അടി കൊള്ളുമ്പോഴും അവൻ്റെ ഉള്ളിലെ പക വർദ്ധിച്ചു. ഒരിക്കൽ ഒരു തെരുവു യുദ്ധത്തിൽ എതിരാളിയെ ക്രൂരമായി തല്ലിച്ചതച്ചതിന് ബ്രൂസ്ലിയെ പോലീസ് പിടികൂടി. തന്റെ മകൻ ഒരു കുറ്റവാളിയായി മാറുമെന്ന് ഭയന്ന മാതാപിതാക്കൾ അവനെ ആത്മനിയന്ത്രണം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആയോധനകലയുടെ ലോകത്തേക്ക് വിടുന്നത്. അങ്ങനെയാണ് ലോകപ്രശസ്തനായ ഇപ് മാൻ എന്ന ഗുരുവിന്റെ കീഴിൽ ബ്രൂസ്ലി വിങ് ചുൻ അഭ്യസിച്ചു തുടങ്ങുന്നത്. പക്ഷേ ആയോധനകല അവന് വെറുമൊരു കായിക വിനോദമായിരുന്നില്ല. മറിച്ച് തന്റെ ശത്രുക്കളെ എങ്ങനെ ഏറ്റവും വേഗത്തിൽ നിശബ്ദനാക്കാം എന്നതിനുള്ള ഒരു യുദ്ധമുറയായിരുന്നു അത്. ആ ചലനങ്ങളുടെ വേഗതയും കൃത്യതയും പിന്നീട് ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ പോവുകയായിരുന്നു. ശരീരത്തെ ഒരു യന്ത്രമാക്കി മാറ്റിയ മനുഷ്യൻ, അതായിരുന്നു ബ്രൂസ്ലി. തനിക്ക് ചുറ്റുമുള്ളവർ ആയോധനകലയെ ഒരു വിനോദമായി കണ്ടപ്പോൾ ബ്രൂസ്ലി അതിനെ ഒരു ഭ്രാന്തായി മാറ്റി. ഓരോ ദിവസവും മണിക്കൂറുകളോളം നീളുന്ന അതിക്രൂരമായ പരിശീലനം. ലോകത്തെ ഏറ്റവും വേഗതയുള്ള പോരാളിയാകാൻ അവൻ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചു. 500-ലധികം പുഷ് അപ്പുകൾ ഒരു കൈവിരലുകളിൽ മാത്രം അവൻ ചെയ്തു തീർത്തു. വായുവിൽ പറന്നുയരുന്ന അവന്റെ ചലനങ്ങൾ ക്യാമറയ്ക്ക് പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര വേഗതയിലായിരുന്നു. തന്റെ ഓരോ പ്രഹരത്തിലും 1000 കിലോയുടെ കരുത്തു നിറയ്ക്കാൻ അവൻ ഇലക്ട്രിക് ഷോക്കുകൾ വരെ സ്വന്തം പേശികളിൽ പരീക്ഷിച്ചു. വേദന അവന്റെ കൂട്ടുകാരനായി മാറി. 32 ഇഞ്ച് വീതിയുള്ള ഒരു പഞ്ചു ബാഗിനെ ഒരൊറ്റ കിക്ക് കൊണ്ട് തകർത്തെറിയാൻ അവന് കഴിയുമായിരുന്നു. ജിത്തു കുണ്ടോ എന്ന സ്വന്തം ആയോധന ശൈലി അവൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. വെള്ളം പോലെയാവുക എന്നതായിരുന്നു അവന്റെ മതം. പാത്രത്തിനനുസരിച്ച് രൂപം മാറുന്ന വെള്ളത്തെപ്പോലെ ഏതു സാഹചര്യത്തിലും ശത്രുവിനെ കീഴടക്കാൻ അവൻ പഠിച്ചു. ഉറക്കമില്ലാത്ത രാത്രികളും വിശപ്പില്ലാത്ത പകലുകളും അവനെ ഒരു ആയോധനകലയിലെ ദൈവമാക്കി മാറ്റി. ആ പരിശീലനത്തിന്റെ ഫലമായിട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫൈറ്റർ എന്ന പേര് ബ്രൂസ്ലി നേടിയെടുത്തത്. ഹോളിവുഡിന്റെ വെള്ളിത്തിരയിൽ ബ്രൂസ്ലി ഒരു കൊടുങ്കാറ്റായി മാറി. ഏഷ്യക്കാരെ വെറും തമാശക്കാരായി കണ്ടിരുന്ന പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ കരുത്തിന്റെ പുതിയ ഭാഷ അവൻ പഠിപ്പിച്ചു. എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമ ലോകമെമ്പാടും തരംഗമായി. ഒരു നടൻ എന്നതിലുപരി ലോകത്തെ ഏറ്റവും വലിയ ആയോധന കലാകാരനായി അവൻ വാഴ്ത്തപ്പെട്ടു. എന്നാൽ പ്രശസ്തിയുടെ ആ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിധി അവനെ തേടിയെത്തിയത്. 1973 ജൂലൈ 20 32-ാം വയസ്സിൽ ലോകത്തെ മുഴുവൻ കരയിപ്പിച്ചുകൊണ്ട് ആ പോരാളി യാത്രയായി. ഒരു തലവേദനയ്ക്ക് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്ന ബ്രൂസ്ലി പിന്നീട് ഒരിക്കലും എഴുന്നേറ്റില്ല. തലച്ചോറിലുണ്ടായ അപ്രതീക്ഷിതമായ നീർക്കെട്ടാണ് മരണകാരണമെന്ന് ഔദ്യോഗികമായി പറയപ്പെട്ടു. പക്ഷേ ആ മരണം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. തന്റെ കുടുംബത്തിനു മേലുള്ള ശാപമാണെന്നും ചൈനീസ് മാഫിയയുടെ ഗൂഢാലോചനയാണെന്നും പലരും വിശ്വസിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ കരുത്തനായ മനുഷ്യൻ വെറുമൊരു മരുന്ന് കഴിച്ചു മരിച്ചു എന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ പോരാളി വിട പറഞ്ഞെങ്കിലും അവന്റെ പേര് ഒരു മന്ത്രമായി ഇന്നും ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രൂസ്ലി മരിച്ചെങ്കിലും ആ പോരാളി ഇന്നും ജീവിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഓരോ ആയോധന കലാകാരന്റെയും ചലനങ്ങളിൽ അവന്റെ നിഴലുണ്ട്. അവൻ വെറുമൊരു നടനായിരുന്നില്ല, മറിച്ച് ഒരു തത്വചിന്തകനായിരുന്നു. ശൂന്യതയെ ഭയപ്പെടരുത് എന്നും വെള്ളത്തെപ്പോലെ വഴക്കമുള്ളവനാകണം എന്നും അവൻ ലോകത്തെ പഠിപ്പിച്ചു. ഒരൊറ്റ കിക്ക് 10,000 വട്ടം പരിശീലിച്ചവനെയാണ് താൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ ബ്രൂസ്ലി ലക്ഷ്യബോധത്തിന്റെ പ്രതീകമായിരുന്നു. ചൈനക്കാരെയും ഏഷ്യക്കാരെയും താഴ്ത്തിക്കെട്ടിയിരുന്ന ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്ന് പോരാടാൻ അവൻ വരും തലമുറയ്ക്ക് കരുത്തു നൽകി. ഇന്നും ഓരോ ജിമ്മുകളിലും ഓരോ ആയോധന കലാ പരിശീലന കേന്ദ്രങ്ങളിലും ബ്രൂസ്ലിയുടെ ചിത്രം ഒരു ദൈവത്തെപ്പോലെ ആരാധിക്കപ്പെടുന്നു. ശരീരം നശിച്ചാലും നിശ്ചിച്ചയദാർഢ്യം കൊണ്ട് ഒരാൾക്ക് എങ്ങനെ കാലത്തെ ജയിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യൻ. ആയോധന കലയുടെ ചരിത്രം ബ്രൂസ്ലിക്ക് മുൻപും
ബ്രൂസ്ലിക്ക് ശേഷവും എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ലോകം ഉള്ളിടത്തോളം കാലം ആ ഗർജനം നിലയ്ക്കില്ല. ആയോധന കലയുടെ ആ തമ്പുരാന് മുന്നിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീരകഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.